പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും നാളെയൊരാളാകും. കേട്ടോ ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. BAMAMBBS. Artificial intelligence entering our unit. IOU. AIEOU. AIEOU. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതാ ഇതാ ദാ നിഖിൽ വരുന്നുണ്ട്. നോക്കൂ, നിഖിൽ വരുന്നു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല. ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും എന്റെ നിഖിലേട്ടാ, നിങ്ങള് ഞാൻ വിചാരിച്ച പോലെ സുലൈമാനൊന്നല്ല, ഹനുമാനാണിത്, ഹനുമാൻ. ഈ റോബോട്ടും അഖിൽ HASനെ പോലെ വളരെ സ്ലോ ആണല്ലോ. ശരിയാ, ഒന്ന് ഓണായി വരാൻ വളരെ സമയമെടുക്കുന്നുണ്ടല്ലോ. ഹോ, ഇത് പണിയാണ്. അഖിൽ HASന്റെ വഴി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാന്? എന്നും ചെയ്യുന്ന പോലെ റീസ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഓണാക്കി നോക്കുക, പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക, ഓണാക്കുക. ഹോ, എന്നിട്ടും രക്ഷയില്ല. എന്നാ പിന്നെ നമുക്ക് മറ്റേ അടവ് എടുത്താലോ? ഏതടവ്? നമ്മളെ നാടൻ സ്റ്റൈലിലുള്ള അടവ്. അടിക്കുക, ഒന്ന് കുലുക്കുക, പിന്നൊന്ന് കൊട്ടുക, അപ്പത് റെഡിയാവും. ആ ചെറിയ ശരിയായിട്ട് ആ വീടിന് കൈ അങ്ങോട്ട് മാറി നിൽക്കണോ? സാറ്റായി പോയല്ലോ, പറഞ്ഞു മനസ്സിലാവൂലേ? ഇപ്പൊ ശരിയായിട്ട് കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അല്ല വീണ്. रोशनी हर पल बहर हर पल बहर दुनिया की ये नई उड़ान, सेहत का एक नया मुकाम, डेटा का सागर, ज्ञान की लहर, ये आएगी रोशनी हर पल बहर. इंसानियत का स्पर्श, तकनीक का साथ, एक नया भविष्य हमारे हाथ.
ഹൈ, എന്താ അവസ്ഥ? ചാക്യാര് പണ്ടേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ഈ കമ്പ്യൂട്ടറൊന്നും വേണ്ടാന്നേ. എന്നിട്ടിപ്പോ എന്തായി? അതില്ലാണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാതായി. എന്താ പറഞ്ഞേ? ഇരിക്കാൻ പറ്റാതായിന്നോ? അല്ല, ഇരുത്തം തന്നെ ഇരുത്തം. എന്നിട്ടോ നടുവൊക്കെ വളഞ്ഞു. വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും എന്നാണല്ലോ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞേ. എന്നിട്ടോ വളഞ്ഞു, എല്ലാവരുടെയും നടുവളഞ്ഞു. ഇനിയിപ്പോ റോബോട്ടും കൂടി വന്നാലോ? ഉള്ള തലച്ചോറും കൂടി പോയി കിട്ടും, അത്ര തന്നെ. അപ്പൊ എന്താ ചെയ്യാ ചാക്യാരേന്ന് ചിലർ. വഴിയുണ്ട്. എന്താ വഴി? ലിവർ പോയാ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യും, കിഡ്നി പോയാ അത്, ഹാർട്ടിനുമുണ്ട് ട്രാൻസ്പ്ലാന്റ്. അപ്പോ ബ്രെയിനും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന യുഗം വരുംലേ. ഹൈ, വല്ല പന്നിയുടെയോ കഴുതയുടെയോ തലച്ചോറാവാതിരുന്നാൽ മതി, അത്ര തന്നെ. ശിവ ശിവ. Scene 2. എടി, അറിഞ്ഞോ? നിഖിലേട്ടൻ വന്നു. അപ്പൊ നീ നിന്റെ സുമേഷ് ചേട്ടനെ വിട്ടോ? പാവം, എത്ര ഐസ്ക്രീം ജ്യൂസും വാങ്ങിച്ചെന്ന ആളാ. നന്ദി വേണടി, നന്ദി. എടി, നീ നഴ്സിംഗ് കോഴ്സ് പാസ്സായിട്ട് നേഴ്സായത് തന്നെയല്ലേ? ഒരുമാതിരി സ്ക്രാച്ച് ആൻഡ് വിൻ വഴി നേഴ്സായതുപോലെ സംസാരിക്കല്ലേ. പുതുതായി ഹോസ്പിറ്റലിൽ വന്ന റോബോട്ടിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ടെക്നിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ അഖിലേട്ടന്റെ നേരാങ്ങളായിട്ട് വരും ഈ നിഖിലേട്ട്. പക്ഷെ നമ്മുടെ അഖില ചേസിനെ പോലെയല്ല, നിഖിലേട്ടൻ കുറച്ച് മോഡേണാ. വർക്കിൽ മൂപ്പര് അഖിലേട്ടന്റെ കുറച്ച് മേലെ വരുന്നാ കേൾക്കുന്നേ. എന്തായാലും അഖിലേട്ടനെ പോലെ കറങ്ങി കറങ്ങി ഉറക്കം തൂങ്ങുന്ന കക്ഷി ആവാതിരുന്നാ മതിയായിരുന്നു. അയ്യോ, ഡോക്ടർ, എനിക്ക് വല്ലാത്ത വയറുവേദന. കുറച്ച് ദിവസമായി. വല്ല ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കൂ ഡോക്ടർ. ആ, വന്നോളൂ, ഇരിക്കൂ. ആലിയൻ ഡോക്ടർ ഇപ്പൊ വരും കേട്ടോ. ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആപത്താണ്. വരൂ. എന്താ പ്രശ്നം? വയറുവേദനയാണോ? നോക്കട്ടെ. ഇവിടെ വേദന ഉണ്ടോ? ഇവിടെയോ? പിന്നെ ഒരു സ്കാനിങ് വേണ്ടി വരും. അയ്യോ, ഇവിടുത്തെ സ്കാനിങ്ങോ? ഇവിടെ സ്കാനിങ്ങിന് പോയാ ഒരു 3-4 ദിവസം കഴിയും ഡേറ്റ് കിട്ടാൻ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടർ? ഉണ്ട്. പുതിയൊരു റോബോട്ട് വന്നിട്ടുണ്ട്, AI റോബോട്ട്. അതിനോട് നമുക്ക് ചോദിക്കാം. ഓക്കെ ഡോക്ടർ, അത് നല്ല ഐഡിയ തന്നെ. ഹലോ റോബോട്ട് സിസ്റ്റർ, നിഖിലിനെയും കൂട്ടി ഒന്ന് വരുവോ? നിഖിലേട്ടൻ, ഈ രോഗിക്ക് കുറേ ദിവസമായിട്ട് വയറുവേദനയുണ്ട്. ഒന്ന് നോക്കൂ, എന്തായിരിക്കും ഡയഗ്നോസിസ്?
Yes, I have the diagnosis. This pain is due to pregnancy. Maybe it is starting of the first stage of labor. Lali, lali, le, lali, lali, le, lo. Lali, lali, le, lali, lali, le, lo. പ്രഗ്നന്റാ? നിനക്കപ്പാ ഡേറ്റ് തെറ്റിയത്? എനിക്ക് ഡേറ്റ് തെറ്റിയിട്ടൊന്നുമില്ല. എന്റെ ഡേറ്റ് ഒക്കെ കറക്റ്റാ. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്ന മനുഷ്യ? നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഒരിടത്തൊരിടത്തൊരു പത്നിയെ തൊഴിച്ചു, സ്വന്തം ഭാര്യയെ തൊഴിച്ചു. തൊഴികൊണ്ട പത്നി പതിയെ തപിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു. വാട്ട് ഈസ് ദിസ്? പ്രഗ്നൻസി? എന്ത് മണ്ടത്തരാടോ പറയുന്നത്? ഇതൊരു ആണാണ്. ദിസ് ഇസ് എ മാൻ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. Sorry, I was not fed with the information that he is a man. ഈ പേഷ്യന്റിന് നല്ല വയറുണ്ട്. വയറുള്ളത് ഗർഭത്തിന്റെ ലക്ഷണമാണ്. ഐ തിങ്ക് ദ ഡോക്ടർ ഇസ് ഓൾസോ പ്രഗ്നന്റ്. റോബോട്ട് വർക്ക്സ് ഓൺലി ഓൺ ദ ഇൻഫർമേഷൻ ഗിവൺ. എന്ത് മണ്ടത്തരാടോ ഈ പറയുന്നത്? എടുത്തോണ്ട് പോടേ. ആരാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. பட்டணம் போட்டி கட்டணம் சொன்ன வாடா, எங்க கட்டடம் சிங்க கட்டடம் சும்மா இருடா. ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி, லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்லா. അതാ വീണ്ടും വന്നൂലോ പിന്തിരിപ്പൻ. ഇതല്ലേ ചിന്തിക്കണത്? ചാക്യാർക്കത് മനസ്സിലായി. എങ്ങനെന്നല്ലേ? നമ്മളെ ഒരേ തൂവൽ പക്ഷികളാ. കണ്ടോ കണ്ടോ കണ്ടോ, ചിരിക്കണത് കണ്ടോ? പിന്തിരിപ്പന്മാരെന്നെ എല്ലാം. നോക്ക്, ഈ കൂട്ടങ്ങള് മുഴുവൻ. ഹായ്, എങ്ങനെ തിരിക്കാതിരിക്കും? പറഞ്ഞത് കേട്ടില്ലേ? ഇനിയിപ്പോ മനസ്സിലായില്ലെന്നുണ്ടോ? ഉവ്വോ, മനസ്സിലായില്ല. ആണിന് ഗർഭന്ന്. അതെ, റോബോട്ട് കണ്ടുപിടിച്ചതാണ്. വയറ്റിലുണ്ടെന്ന്. എന്നിട്ടോ ഹി ഈസ് എ മാൻ എന്ന് പറഞ്ഞു കൊടുത്തു. പറ്റിപ്പോയിന്ന് തോന്നണുണ്ടാവും ആ പാവത്തിന്. കൊടുത്തതേ തരൂ എന്നാണ് പറയുന്നത് റോബോട്ട്. അതിനിപ്പോ റോബോട്ട് തന്നെ വേണോ? അങ്ങട് നോക്കിയിരിക്ക, ബാക്കി കൂടെ കണ്ടോ. അയ്യോ, എന്റെ കൈയും പോയേ. അയ്യോ, എന്റെ വിരല് പോയേ. ഞാനിനി എങ്ങനെ ബിരിയാണി കഴിക്കും? അയ്യോ, ഞാനിനി എങ്ങനെ ഈ പൊറോട്ട മുറിച്ച് മുറിച്ച് കഴിക്കും? പേടിക്കണ്ട, ഇവിടെ നല്ലൊരു പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ബിബിൻ ഗോമസ്. നമുക്ക് മൂപ്പരെ കാണിക്കാം. അയ്യോ, എനിക്ക് പ്ലാസ്റ്റിക് വിരൽ വേണ്ട. പ്ലാസ്റ്റിക് ആയി അത് ചൂട് സാമ്പാർ കൂട്ടുമ്പോ ഒരുക്കി പോവില്ലേ? എടോ, ഇത് പ്ലാസ്റ്റിക്കിന്റെ വിരലൊന്നും അല്ല. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടേ സുഖപ്പെടുത്തുന്ന കാര്യ പറഞ്ഞത്. ആ, നോക്കട്ടെ എന്നതാ പ്രശ്നം. പേടിക്കണ്ട കേട്ടോ, ഇത് നമ്മൾ വിചാരിച്ചു വരുന്നതല്ലോ. ദൈവം വേണമെന്ന് വിചാരിച്ച് തന്നതായിരിക്കൂലേ.
അതെ ഡോക്ടറെ, നിങ്ങൾ അങ്ങനെ ദൈവത്തിനിട്ട് വെക്കണ്ട. ഇതേ മൊബൈലിൽ തോണ്ടി തോണ്ടി പോയതാ ഈ കൈ. വലിയ യൂട്യൂബറാ. രാവിലെ പല്ല് തേക്കുമ്പോൾ തൊട്ട് ബാത്റൂമിൽ പോകുമ്പോൾ എല്ലാ സമയത്തും, അലക്കുമ്പോൾ പോലും, കുളിക്കുമ്പോൾ ഉണ്ടോ ഇല്ലാന്നാ തോന്നുന്നു, ബാക്കി എല്ലാ സമയത്തും ഫോണിൽ തന്നെ തോണ്ടി തോണ്ടി പോയാ കൈ. അയ്യേ, എന്ത് ജോലിയത്? യൂട്യൂബറോ? എന്ത്? അതെ സിസ്റ്ററെ, യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ ആയിട്ട് ഇപ്പൊ വീട്ടിൽ ചെന്ന ഒരു ഗ്ലാസ് വെള്ളം കിട്ടാത്ത അവസ്ഥയാ. ഓക്കെ. ഈ വിരലിന്റെ വാസ്കുലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഏയ് വാസുലേട്ടനല്ല, അത് ഇവളേട്ടെ. ഇത് പറ്റിയത് ഇവക്കല്ലേ. ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ ഡോക്ടറെ. ശരി, ഞാൻ പറഞ്ഞു തരാം. ഈ വിരലിന്റെ ഡിജിറ്റൽ ആർട്ടറി കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ചാ നിങ്ങളുടെ വിരലിലേക്കുള്ള സർക്കുലേഷനും ഫുൾ പോയിട്ടാ ഉള്ളത്. ഈ ഭാഷ എനിക്ക് തലേ കേറുന്നില്ല. മുझे മാലൂം. അറിഞ്ഞൂടാന്ന് എന്റെ ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടേ. ഐ ഡോണ്ട് നോ. ഹിന്ദി എന്തുവാണോ എന്തോ. മുझे മാലൂം. ഹോ, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യ് സിസ്റ്ററെ. നിങ്ങളല്ലേ ഇവിടെ റോബോട്ട് ഉണ്ടെന്ന് പരസ്യം കൊടുത്തത്. എന്നിട്ട് എവിടെ? വിളിക്കതിനെ. ഞങ്ങളൊന്ന് കാണട്ടെ, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ അതിനോട്. അതിനെന്താ, നല്ല മുന്തിയ ഇനം റോബോട്ട് വന്നിട്ടുണ്ട് ഇവിടെ, മിസ്റ്റർ നിഖിൽ. നോക്ക് റോബോട്ടെങ്കിൽ റോബോട്ട്, എന്തെങ്കിലും ചെയ്. ഹലോ റോബോ സിസ്റ്റർ, യെസ്, നിഖിലിനെ ഒന്ന് കൊണ്ടുവരൂ. Nikhil, we have a problem. Here is a patient with artery to finger cut off. His circulation is decreased. Yes, I got it. This is a serious situation and needs immediate medical attention. How can I help you? Nikhil, please explain the treatment in Malayalam. Just a second. I will try. Explaining in Malayalam. നിങ്ങളുടെ വിരലിലെ ധമനി മുറിഞ്ഞു പോയിരിക്കുന്നു. ഇത് ഗുരുതരമായ സാഹചര്യമാണ്. അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. ഇത് കോശജലനത്തിന് കാരണമാകും. അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. കാലമാകും തോറും ശാശ്വതമായ നാശത്തിന്റെ സാധ്യത വർദ്ധിക്കുന്നു. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ, എന്റെ റോബോട്ടെ, ഒന്നും മനസ്സിലാകുന്ന ഭാഷ പറയൂ. നമ്മളെ കോഴിക്കോടൻ ഭാഷ പറഞ്ഞാ പോരെ? ഓക്കെ, ഐ വിൽ ട്രൈ. നിങ്ങളെ വിരലിപ്പോ മുറിച്ചിട്ടാളുടെ കേട്ടോ, അതാ നല്ലത്. അല്ലെങ്കിൽ അത് പൈത്തു കേട്ടോ. എന്ത്? അതെ, അതിനാണ് 100% സക്സസ്. നോ റീപെർഫ്യൂഷൻ ഇഞ്ചറി, നോ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. വിരല് മുറിച്ചു കളയാനോ? എന്ത് മണ്ടത്തരമാണ് റോബോട്ടെ. നമുക്ക് ഈ വിരൽ തുന്നി ചേർക്കാൻ പറ്റും. നമ്മുടെ ഈ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. The chance is only 60%. 100% റിസൾട്ടിനെ കൈ മുറിച്ചു കളയുന്നതാണ് ഉത്തമം. അയ്യോ, എന്റെ കൈ. എനിക്കൊരു AI വേണ്ട, ഒരു റോബോട്ടും വേണ്ട.
എന്നെ ആരോ വിളിച്ചു. നിക്കവിടെ നിക്ക്, അടിച്ച് നിന്നെ. IPC 323 voluntary hurt against doctor. IPC 324 hurting by dangerous weapon. IPC 353 blocking public servant. ഈ ചാർജുകൾ ഉപയോഗിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യാം. അതിന് ഡോക്ടർ നഴ്സിനെ ആക്രമിച്ചാലല്ലേ ഈ നിയമമൊക്കെ ഉള്ളൂ. റോബോട്ടിനെ ഏനൊന്നും തല്ലിയാലും ഇവിടെ ഒരു നിയമമില്ലല്ലോ. മുട്ടി ബുദ്ധിമുട്ടി. മലയാളത്തിൽ പറയാൻ നമ്മുടെ ചാക്യാരെന്നെ വേണം. അതെന്താ ചാക്യാരെ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ കോഴിക്കോട് കോയമാർക്ക് എന്താ കുഴപ്പം? അതന്നെ കുഴപ്പം. റോബോട്ട് തോറ്റില്ലേ ഇങ്ങടെ ഭാഷയിൽ പറയാൻ. ഇനിയിപ്പോ ചാക്യാര് ചിന്തിക്കണത്, ഷെടാ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഓന്റെ ബെരുത്തം മാറ്റാൻ ഈ റോബോട്ടിനാവുക. ഇപ്പൊ സംഗതി പിടികിട്ടിയ ഈ ചാക്യാര് പറയണ പുകില് കേട്ടോ കൂട്ടരെ. ഫീഡ് ചെയ്യാൻ വേണം മനുഷ്യൻ, കൊണ്ടു നടക്കാൻ വേണം മനുഷ്യൻ, പിന്നെയോ മാനസിക അവസ്ഥ നോക്കി പറയാനും വേണം മനുഷ്യൻ. അപ്പൊ ഈ റോബോട്ടിന് എന്താ പണി? മോണിറ്റർ പണി തന്നെ, എല്ലാം നോക്കി നടത്തുക. അതന്നെ ഈ ക്ലാസ് ലീഡറെ പോലെ അല്ലേ? അതന്നെ, കുട്ടികളുടെ ഇടയിൽ ഒരു ലീഡർ. എന്നാ ടീച്ചർമാര് വന്നാലോ വെറും ഒരു കുട്ടി. പക്ഷേലേ തല്ലുണ്ടാക്കിയാലും ഏറുണ്ടാക്കിയാലും വേണം കേട്ടോ ഇയാളെ. റോബോട്ടിനും കിട്ടിയില്ലോ തല്ല്. ഹൈ എന്താ കഥ. അതിനെയും പേടിക്കാം, സൂക്ഷിക്കാം. ശിവ ശിവ, അതന്നെ കാലം പോണ പോക്കേ. ശിവ ശിവ. നിഖിലേട്ടാ, നിഖിലേട്ടാ, ഇത്തവണ വളരെ പെട്ടെന്ന് തന്നെ ഓണായല്ലോ. It's because I am attached to the master. ഓഹോ, അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണോ? Yes, I am close to the master. ഞാൻ എന്റെ മാസ്റ്ററുമായി വളരെ അടുക്കാറുണ്ട്. ഓഹോ, എത്ര അടുപ്പം? അതിന് നിനക്ക് ഹൃദയമുണ്ടോ? നിനക്ക് ഫീലിങ്സ് ഉണ്ടോ? Yes, I too can have feelings. Feelings വരുന്നത് ഹൃദയത്തിൽ നിന്നല്ല. വവ്വാലോ? No. Vowels. അയ്യോ. Correct. A-E-I-O-U. Tell me. അയ്യോ, പാഠം ചൊല്ലിപ്പടിച്ചും പള്ളിപ്പടിച്ചും മലയൊരാളാകും. കേട്ടോ ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. BAMAMBBS. നിഖിലേട്ടാ, എന്റെ നിഖിലേട്ടാ. Heart is breaking. I think you have a heart attack. നിഖിലേട്ടാ, നിഖിലേട്ടാ, പ്ലീസ് ഹെൽപ്പ്.
Running your ECG shows bradycardia. Pulse വളരെ കുറവാണ്. നിഖിലേട്ടാ, നിഖിലേട്ടാ, നിഖിലേട്ടാ. Cardiac arrest. ECG flight needs CPR. CPR. Start. Count. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. No rhythm. Needs adrenaline injection. Continue CPR. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Continue CPR. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എங்கே നീ എങ്കിൽ കണ്ണീർ വഴിയുതടി കണ്ണീർ കാതൽ റോജാവേ എங்கே നീ എങ്കിൽ കണ്ണീർ വഴിയുതടി കണ്ണീർ കണ്ണുക്കുൾ നീതാ കണ്ണീരിൽ നീതാ കൺമൂടി പാർത്താൽ എഞ്ചുക്കുൾ നീതാ എന്നാനതോ ഏതാനതോ സൊൽ സൊൽ നൂറ്റിക്കണക്കിന് സായ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ നിന്നോട് വിട. Of my wife and daughter, you will not see any minute of the today. Get out house.